ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കൂളിലേക്കുള്ള ഒരു സിമ്പിൾ സയൻസ് എക്സ്പെരിമെൻറ്റുമായിട്ടാണ് കേട്ടോ. ഇത് എൻ്റെ സ്കൂളിൽ ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു എക്സ്പെരിമെൻ്റാണ്. ഇതിനാദ്യം തന്നെ നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ടർമറിക് പൗഡർ ഇടാം. പിന്നെ ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് നമുക്ക് സോപ്പ് പൊടിയില്ലേ, സോപ്പ് പൗഡർ അതും ഇട്ടെടുക്കാം കേട്ടോ. നമുക്ക് സോപ്പ് പൊടി ആണെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ 2 ഗ്ലാസ്സിലേക്ക് നമുക്ക് പ്യുവർ വാട്ടർ ഒഴിച്ച് കൊടുക്കാം. ടർമറിക് പൗഡറിൽ അധികം വാട്ടർ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. പിന്നെ വിനാഗറും കൂടി എടുക്കാം. ഇനി ഒരു പ്ലെയിൻ A4 ഷീറ്റ് എടുത്ത് അതിലേക്ക് നമ്മുടെ ടർമറിക് പൗഡറിൻ്റെ വാട്ടർ നല്ലോണം സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല യെല്ലോ കളറാകുമ്പോൾ നമുക്ക് അതിൽ സ്പ്രെഡിങ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മുടെ സോപ്പ് വാട്ടർ അത് എടുത്തിട്ട് ടർമറിക് പൗഡർ വെച്ച് സ്പ്രെഡ് ചെയ്ത ആ ഒരു A4 ഷീറ്റിലേക്ക് ചിത്രം വരയ്ക്കാൻ തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ ഒരു സ്റ്റെമ്മാട്ടോ വരച്ചത്. പിന്നെ ഒരു വട്ടം വരച്ചു. 8 ഇതളുകളും വരച്ചു. ഇലയില്ലാത്ത സ്റ്റമ്മിന് ഭംഗിയുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് 2 ഇലകൾ കൂടി വരച്ചു കൊടുക്കാം. മനോഹരമായിരിക്കും. ഇനി നമുക്ക് മണ്ണ് കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. മണ്ണില്ലാണ്ട് ചെടി നിൽക്കുമോ? ഇല്ല. അപ്പം മണ്ണ് വരച്ചു കൊടുത്താൽ അതിന് വൃത്തി ഉണ്ടാകുള്ളൂ. നല്ല ടൈം പാസ് ആട്ടോ ചെയ്യാനായിട്ട്. എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടി വരച്ചു കൊടുക്കും. ഇനി വിനാഗർ എടുത്തിട്ട് നമ്മൾ വരച്ച ചിത്രങ്ങൾ തൊട്ട് നോക്കൂ. അപ്പോഴത്തേക്കും ആ ചിത്രങ്ങൾ അപ്രതീക്ഷിതമാകും. നമ്മൾ ബുക്കിൽ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ അത് നമുക്ക് ഇറേസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഈ A4 ഷീറ്റിൽ സോപ്പും പൊടിയുടെ വാട്ടർ കൊണ്ട് നമ്മൾ വരച്ചെടുത്ത ചിത്രം വിനാഗർ കൊണ്ട് ഇറേസ് ചെയ്യാൻ കഴിയും. വളരെ സിമ്പിളായിട്ടൊരു എക്സ്പെരിമെൻ്റ് ആട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് ഇതും ഇറേസ് ചെയ്യാൻ കഴിയും. ഞാൻ മണ്ണ് വരച്ചതൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടൈം പാസ്സാണ്. ഭയങ്കര ഇഷ്ടമായി ചെയ്യാനായിട്ട്. അതിലോട്ട് ഞാൻ ചെയ്ത് പിന്നെയും ഞാൻ ചെയ്തു. മൂന്നാമത്തെ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, subscribe, comment. Bye bye guys.